ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. കാബേജി ഇത് കണ്ടോ, കറുക്ക. ഏത്തക്കല്ല, പച്ചക്കറിയുടെ കൂട്ടത്തിൽ കിട്ടുന്ന കൂട്ടാൻ വെക്കുന്ന കറുക്ക. അതിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ എന്തൊക്കെയാ? കാ വേണം, കടലമാവ് വേണം. 1/4 കിലോ കടലമാവുണ്ട്. ഇത് ഈ 1/4 കിലോ കടലമാവിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ചെറിയൊരു സ്പൂൺ ഉപ്പുപൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ ചേർക്കും. കണ്ട, കടലമാവത്തോട്ട് ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊരു കുഴമ്പ് പരുവത്തിലാക്കി കുഴയ്ക്കണം. വെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കുഴയ്ക്കണം. ഒത്തിരി വെള്ളമായി പോകരുത്. ഒരുവിധം ഒരു ഇഡലിമാവിൻ്റെയൊക്കെ ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കണം. നന്നായിട്ട് സ്പൂണും വെച്ച് ഇളക്കി നന്നായിട്ട് കുഴയ്ക്കണം. അല്ല ഉണ്ട്, ഇതിനകത്ത് കട്ടയുണ്ട്, അതെല്ലാം പൊടിച്ച് നല്ല വൃത്തിക്ക് കുഴയ്ക്കണം. കടലമാവ് ഒരു 1/4 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഈ കടലമാവ് 1/4 കിലോ എടുത്തെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇതിൽ ഈ 4 ഉണ്ടാക്കുന്നില്ല. ഈ ഒരെണ്ണം തന്നെ നമുക്കൊരു 5-6 പീസാക്കാം. ഈ ഒരെണ്ണം തന്നെ. അപ്പോൾ 2 എടുത്താൽ ഒരു 10-12 പീസ് ഒരു നേരത്തേക്ക് നമുക്ക് 2-3 പേർക്ക് കഴിക്കാനുള്ളതാകും. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. എടുത്തപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചെന്നുള്ളതേ ഉള്ളൂ. 2 എണ്ണത്തിനുള്ള മാവാണ് 1/4 കിലോ എന്ന് പറയുന്നത്. മാവ് അതെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മാവ് തീരും. ഇച്ചിരി കൂടെ ഇത് ഇതിന് ചിലപ്പോൾ ഒരിച്ചിരി വെള്ളമാകും. ഇത് ഒരു ശകലം വെള്ളം ഒഴിക്കാം. ഇത്ര വെള്ളം നോക്കാം, അല്ലെങ്കിൽ ഇച്ചിരി പൊടിയുടെ മുട്ടാൽ മതി. കണ്ടോ, ഇങ്ങനെ നല്ലപോലെ കുഴച്ച് നല്ല വൃത്തിക്ക് കുഴയ്ക്കണം. ഇതൊരു 2 കായ ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതൊരു അളവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കലയ്ക്കാൻ മതി. ഈ ഒരു റേഷ്യോയിൽ എടുത്താൽ മതി. വേണ്ട, ഇങ്ങനെ ഇരിക്കണം. ഇതാകുമ്പോൾ ആ കായ നല്ലതായിട്ട് പിടിക്കും. ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചേക്കണം. ഓക്കെ, ഇത് 2 ഞാൻ എടുത്തിട്ടുണ്ട്. മറ്റു 2 അങ്ങ് മാറ്റി വെച്ചു. ഇത് മതി, ഒരു 5-10 ആക്കാൻ. ഇത് ഞാൻ ആദ്യമേ അങ്ങ് കഴുകി, നല്ലപോലെ കഴുകിയിട്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് തൊലിയൊന്നും ചെത്തേണ്ട കാര്യമേ ഇല്ല. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇതിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കാം, പക്ഷെ അതെനിക്ക് അതിനല്ല. 3 4 അപ്പോൾ ഒരു കൈ തന്നെ നമുക്ക് 6 എണ്ണം എടുത്ത് ഉണ്ടാക്കാം ബജി. ഇപ്പം 2 കായ് കൊണ്ട് തന്നെ ഞാൻ ഒരു 13 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. ഈ 13 എണ്ണം നമുക്ക് ഈ മാവിനകത്ത് മുക്കി ഉണ്ടാക്കാം. അപ്പം മാവ് ഞാൻ 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. മാവ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കായ് അരിഞ്ഞ് വെച്ച് ഇത് നമുക്ക് ഗ്യാസ് ഓണാക്കി എണ്ണ ചൂടായി ഇത് പൊരിച്ചെടുക്കാം. അപ്പം നമുക്ക് ഗ്യാസ് ഓണാക്കി എണ്ണ എടുത്ത് വെക്കാം. ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാട്ടം. ഇതേ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ പീസും എടുത്തിട്ട് ബജി ഉണ്ടാക്കാം. ഓക്കെ, ഇതേ ഇങ്ങനത്തോട്ട് മുക്കിയിട്ട് ഇതൊക്കെ പിന്നെ
സ്പീഡിൽ കൈ കൊള്ളാതൊക്കെ സൂക്ഷിച്ചോണേ. കാണാമോ? നീ സംസാരിച്ചു ഇതുവാണ് 2 ഇട്ടു. പിന്നെ അടുത്തത് ഒരു കൈക്കൊരു ബലം ഇരുന്നു, അത് എടുത്ത് വരുമ്പോഴത്തേക്കാണ് പോകും. നമുക്കൊരു 1 കൂടി ഇടാം. കടയിലൊക്കെ അവിടെ സ്പീഡിൽ അങ്ങോട്ട് എടുത്തിടും. അത്രയ്ക്കുള്ള സ്പീഡൊന്നും നമുക്കില്ല കേട്ടോ. ഒന്നും കൂടി ഇടാം. എല്ലാവരും കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. കാബേജി എളുപ്പമാണ്. ഇതുണ്ട്, നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ഒരു 10-30 സെക്കൻഡ് കിടന്നതിന് ശേഷമേ തിരിച്ചിടാവുള്ളൂ. ഇല്ലെങ്കിൽ മാവ് ഇതെല്ലാം അങ്ങ് പോകും. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ടു. ഇതുണ്ട്, മണ്ടയൊന്നും അങ്ങോട്ട് എണ്ണ ഇതായിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് ഞാകുമ്പോൾ അങ്ങ് മൂത്തോളൂ. ഈ ചിലത് തവ പോലുള്ള ഫ്രൈ പാനകത്ത് വെച്ചെടുക്കും. അത് പക്ഷേ വലിയ ഇങ്ങനെ കുഴിവില്ലാത്തതുകൊണ്ട് എല്ലാം അങ്ങ് എണ്ണ തെറിച്ച് ഗ്യാസ് എല്ലാം അങ്ങ് വീഴും. ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ചിടാം. നമുക്ക് തിരിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകാതെ പതുക്കെ തിരിച്ചിടണം. ഇതിലാണ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, അത് മാറ്റണം. എന്നാലേ നമുക്കത് മൂത്ത് ശരിക്കും കിട്ടത്തുള്ളൂ. അത് മാറിയിട്ടുണ്ട്. നമ്മളിത് തിരിച്ചിട്ടിരിക്കുകയാണ്. മൂക്കുന്നതിൻ്റെ പരുവമൊക്കെ നോക്കി വരും. ഇത് ഏകദേശം ഒന്ന് ചുമന്ന് വരും. ആ പരുവത്തിൽ തന്നെ അകത്തെ കായ ഒന്ന് വേവണമെന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് തീയൊന്ന് പുള്ളേരിടരുത്, കുറച്ച് തീയൊന്ന് പകുതിയാക്കി വെക്കണം ഗ്ലാസ്. അപ്പോൾ ഉണ്ടല്ലോ ആ കായ അതിനകത്ത് കിടന്ന് മാവിനകത്ത് കിടന്ന് കായ അങ്ങ് വേകുകയും ചെയ്യും. കറക്റ്റ് മൂപ്പിൽ കിട്ടും. തീ കൂട്ടിയിട്ടാൽ പുറമേയുള്ള മാവ് അങ്ങ് മൂത്ത് പോകും, അകത്തെ കായ വേഗത്തുമില്ല. അതുകൊണ്ട് അത് കറക്റ്റ് ഗ്യാസ് ഒരു മീഡിയത്തിൽ ഇട്ട് വേണം ചെയ്യാൻ. ആദ്യം കായ കൂട്ടി ഇടുമ്പം മാവിനകത്ത് മുക്കി ഇടുമ്പോൾ ഫുൾ ഫ്ലെയിമേ വെക്കാം, കുഴപ്പമില്ല. തിരിച്ചിട്ട് കഴിഞ്ഞ് ഒന്ന് തെടുക്കാൻ തീ കുറച്ച് കൊണ്ടുവന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാണ് അതിൻ്റെ പരുവം. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. വലിയ ചിലവൊന്നുമില്ലാത്തൊരു പലഹാരമായിരുന്നു. 2 കാ മതി. നമുക്കൊരു 10, 12, 13 എണ്ണം ഉണ്ടാക്കാം. ഒരു 1/4 കിലോ കടലമാവ് ഉണ്ടെങ്കിൽ 4 മണിക്കൊക്കെ സുഖമായിട്ട് നമ്മളിപ്പോൾ കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ ഇതിന് ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? ഈ സമയം നമുക്ക് നിസ്സാര പൈസ ചിലവുകൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കാബേജി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമുക്ക് അത് അടുത്തതിടാം. കുറച്ചും കൂടെ ഉണ്ട്, അതുകൂടി ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ കോരുവാണേ, ഓരോന്ന് വെച്ച് കോരിയെടുക്കാം. ഇങ്ങനെ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ കിടുത്തുള്ള തവി വെച്ചല്ല പോരുന്നത്. ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ആക്കും. അപ്പോൾ കുറേ കണ്ടോ എണ്ണ ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ ആക്കിയിട്ട് ഈ ടിഷ്യൂവിനകത്തോട്ട് ഇതുണ്ട്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇങ്ങനെ അങ്ങ് എടുത്തിട്ടാൽ മതി. ഒരു ശകലം പോലും എണ്ണ പിടിക്കത്തില്ല. നോക്കിയാൽ കണ്ടോ. ഈ ഒരു ഇൻഡാലിയത്തിൻ്റെ ഒരു ചട്ടി സ്ഥിരമായിട്ട് എടുക്കുന്നത് കൊണ്ടും ഇതിനകത്ത് എണ്ണ അങ്ങനെ പോവുകയില്ല. എണ്ണ വെറ്റി പോകത്തില്ല. ആ ഒഴിച്ചെണ്ണ അതുപോലെ പറഞ്ഞോളൂ. സ്ഥിരം എടുക്കുന്നതല്ലേ ഇത്. എണ്ണയില്ല, ഒട്ടും എണ്ണയില്ല, നമുക്ക് എടുക്കാൻ പറ്റും. തീ അന്നേരം കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ ഓരോന്നും ഇങ്ങനെ എടുക്കുമ്പോൾ മൂത്ത് പോകും. പക്ഷേ തീ കുറച്ചിടണം. അങ്ങനെ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട കുറേ പൊടി വരുവേ, അത് ലാസ്റ്റ് നമുക്ക് കോരിയെടുത്ത് മാറ്റാം. എണ്ണയൊന്നും അധികം പിടിക്കത്തില്ല. അപ്പോൾ നമുക്കിനി അടുത്തതിടാം. അങ്ങനെ മുട്ട ഇട്ട് നമുക്കെടുക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റിലത്തേത് കോരി എടുത്തിരിക്കുകയാണ്. കണ്ടോ നല്ല അടിപൊളി കാബേജി. പിന്നെ കാബേജി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായയോ ചൂട് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് ഈ മഴയത്ത് എന്ത് രസമാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ, ഓരോരുത്തരുടെ വായുടെ രുചിക്ക് അനുസരിച്ചാണ് പറയേണ്ടത്. ചൂടാണ്, നല്ല ചൂടുണ്ട്. കണ്ടോ സൂപ്പറായിട്ട് അതിനകത്തെയൊക്കെ വെന്ത് ഇതായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ക്യാമറാമാന് കൊടുക്കാവേ. ഇവിടെ ക്യാമറാമാൻ്റെ വായിക്കകത്തോട്ട് കൊടുക്കാം. ചൂടാണ്. ഉരുളക്കിഴങ്ങ് വിഴുങ്ങിയ മാതിരി ആവല്ലേ. ചൂട് ഉരുളക്കിഴങ്ങ് വിഴുങ്ങിയാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇട വാലിട്ടിട്ട് അഭിപ്രായം പറ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത് കണ്ടോ, നല്ല പഞ്ഞി പോലെ. സൂപ്പറാ സൂപ്പറാ, കൊള്ളാം, നല്ലതാ, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ സൂപ്പറാ കേട്ടോ.
ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല അഭിപ്രായങ്ങളൊന്നല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.